വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് കുറേ മെച്ചങ്ങളുണ്ട്. ഒന്ന്, അത് റിയായിൽ നിന്നുള്ള സംരക്ഷണമാണ്. എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? എന്താ റിയാ എന്ന് പറഞ്ഞാൽ? ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുക. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, എന്തിനാണ് നിസ്കരിക്കുന്നത്? ഓൻ നല്ല ഉഷാറാണ്, നല്ല നിസ്കരിക്കുന്ന ഒരാളാണ്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട് എന്ന ആൾക്കാർ പറയണം, അതിനു വേണ്ടി ചെയ്യുക. വളരെ അപകടമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയ വിഷയമാണ്. മസീഹുദ് ദജ്ജാലിനേക്കാളും ഞാൻ പേടിക്കുന്നത് റിയാഇന്റെ ഫിത്നയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ, നമ്മളൊന്ന് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, അത് വേറൊരാൾ കാണണമെന്നും ഓര് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയണമെന്നുമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ഒന്ന്, ആ കർമ്മം അള്ളാഹു സ്വീകരിക്കൂല. രണ്ട്, അത് ചെയ്തതിന് നമുക്ക് കുറ്റാണ്. ഒരാൾക്ക് നിസ്കരിച്ചിട്ട് കുറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടം എത്രയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ നഹാബന്ത് യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മുസ്ലിം സൈന്യം തിരിച്ചു വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, ആരൊക്കെ യുദ്ധത്തിൽ ഷഹീദുകളായി, ആരൊക്കെ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്? അപ്പോൾ വന്ന ആൾക്കാർ പറഞ്ഞു, ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ. കുറച്ച് ആൾക്കാരൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവർ മരിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്, ഇയാൾ ഷഹീദായിട്ടുണ്ട്, അവർ ഷഹീദായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, അവരും ഈ യുദ്ധത്തിൽ ഷഹീദായവരാണ്, പക്ഷേ അവരെ നിങ്ങൾക്കറിയില്ല അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് തിരിച്ചു പോയിക്കാണ്. ഉമറിന് അവരെ അറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? വലാകിന്ന അല്ലാഹ യഅരിഫുഹും. ഉമറിന് അവരെ അറിയില്ല എങ്കിലും അള്ളാഹുവിന് അവരെ അറിയാം. അതുകൊണ്ട് ഉമറിന് അവരെ അറിയില്ല എന്നുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് വേറൊരാൾ അറിഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല, അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അപ്പം നമ്മുടെ ഓരോ കർമ്മങ്ങളും അത് എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, അവൻ എനിക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുമെന്ന ചിന്തയോട് കൂടി ആയിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുന്നില്ല, അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയാണ്, അത് വീടിനൊരു ബറക്കത്താണ്. വീട്ടിൽ വെച്ചിട്ട് ഖുർആൻ ഓതുക, വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക, അത് പിശാച് അകന്നു പോകാനുള്ള കാരണമാണ്. വീടിനൊരു ബറക്കത്തും റഹ്മത്തും ഒക്കെയാണ്. മൂന്നാമത്തൊരു കാര്യം, അത് വീട്ടിലുള്ള കുടുംബക്കാർക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ സുന്നത്ത് നിസ്കരിച്ച് നോക്കി, നിങ്ങളെ പെരയിൽ 1.5 വയസ്സായ 2 വയസ്സായ കുട്ടികളുണ്ടാകും. ഓര് നിങ്ങളെ കൂടെ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ അവർ റുക്കൂ ചെയ്യും, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരു സുജൂദ് ചെയ്യും. ചിലപ്പോൾ തുണി കുപ്പായൊന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും ആ ഒരു ശീലം ആ കുട്ടിയിൽ ചെലുത്തുന്ന സ്വാധീനം അത് ചെറുതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴുള്ള മെച്ചം.